കൊല്ലത്ത് കുത്തനെ കുറഞ്ഞ പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. 2019 അപേക്ഷിച്ച് 6.57% കുറവുണ്ടായെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. 2 മാസത്തെ ചൂടേറിയ പോരാട്ടത്തിൽ വെറും 68.15% പോളിംഗ് രേഖപ്പെടുത്തിയ കൊല്ലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 6.57% കുറവ് പോൾ ചെയ്തു. കുറഞ്ഞ 6.5% ആരുടെ വോട്ട്? അതാണ് ഇപ്പോഴത്തെ ചർച്ച. ഇടതു ക്യാമ്പിൽ പതിവിലും ഏറെ ആത്മവിശ്വാസം. എം മുകേഷ് തിളക്കമാർന്ന വിജയം നേടുമെന്ന് LDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ വരദരാജൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ട ഒരു കാര്യവും ഇപ്പോൾ കൂടുതലായി ബോധ്യപ്പെട്ട ഒരു കാര്യവും സ്ഥാനാർത്ഥിക്ക് ഉള്ള ഒരു സ്വീകാര്യത വളരെയേറെ കൂടി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നത് ഒരു മോശമല്ലാത്ത എണ്ണം വോട്ട് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരികളും ഒക്കെ തന്നെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു മോശമല്ലാത്ത എണ്ണമാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. അതേസമയം UDF ക്യാമ്പിൽ അത്ര ആത്മവിശ്വാസമില്ല. വോട്ട് ശതമാനം കുറഞ്ഞത് ആരെ ബാധിക്കുമെന്ന് പറയാനാകില്ലെന്നും UDFിന്റെ വോട്ട് ബാങ്കാണ് ചവറയെന്ന് അവകാശപ്പെടുന്നിടത്ത് പോളിംഗ് എങ്ങനെ കുറഞ്ഞു? UDF ലീഡ് കിട്ടുന്ന 80 ബൂത്തുകളിൽ പോളിംഗ് കുറഞ്ഞത് പരിശോധിക്കുമെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. UDF ക്യാമ്പിൽ മ്ലാനത പടർന്ന സ്ഥിതി. മുകേഷിനെയും LDFിനെയും തെറ്റിദ്ധരിച്ചെന്ന് UDF വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ പറഞ്ഞതുപോലെ പ്രചരണ രംഗത്ത് തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഞങ്ങൾ നല്ല ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും എന്ന പ്രത്യാശയാണ് UDF നേതൃത്വത്തിനുള്ളത്, സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുമുള്ളത്. പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ സംബന്ധിച്ചാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നം അവശേഷിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ശരിക്കും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പതിവ് പോലെ BJPയുടെ അവകാശവാദം 3 ലക്ഷത്തിലധികം വോട്ട് പിടിക്കുമെന്ന്. ഈ വിരുദ്ധവും അനുകൂലവുമായിട്ടുള്ള 2 തരംഗങ്ങൾ ഇവിടെ ഉണ്ട്. അത് പ്രകാരം ഇതിൽ ബഹുഭൂരിപക്ഷം വോട്ടും അതായത് ഇരു പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് വന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും അധികം പോളിംഗ് കുണ്ടറയിൽ, കുറവ് എരവിപുരത്തും. 2019 ഇക്കുറി ആകെ 64,789 വോട്ട് കുറഞ്ഞു. പാർട്ടി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തുവെന്ന് LDFിന്റെ കണക്ക്. ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമെന്ന് LDFും UDFും അവകാശപ്പെടുമ്പോൾ ജൂണിൽ അറിയാം ഏപ്രിൽ 26 എന്ത് സംഭവിച്ചുവെന്ന്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.